ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് രാത്രിയായിട്ട് ടൈം. അപ്പം ഞാൻ നെയ്യപ്പത്തിന് റെസിപ്പി എങ്ങനെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് തന്നു. വലിയ റെസിപ്പി ഒന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസിപ്പി കേട്ടോ. അപ്പം ഞാൻ ഇതെന്നെ നാത്തൂനോട് ചോദിച്ച് മനസ്സിലാക്കിയ റെസിപ്പിയാണ്. പക്ഷെ അത്ര പെർഫെക്ഷൻ ഞാൻ എൻ്റെ ആയിട്ടില്ല. നാത്തൂനോട് ചോദിച്ചു, അവരുണ്ടാക്കുന്ന നെയ്യപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അത് ആ റെസിപ്പി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ അന്ന് കാണിച്ചിരുന്നത്. അപ്പം ഇത് എന്ത് ചെയ്തിരിക്കണേ, ഇവിടെ ഇത് നമ്മുടെ വീട്ടിലെ ഒരു കട്ടിലിങ്ങനെ ഇവർ കുട്ടികൾ ചാടിയിട്ട് ചാടി ഇങ്ങനെ പൊട്ടിയിട്ട് അപ്പോൾ ഇത് അയച്ച് വെക്കുക കേട്ടോ കട്ടിൽ. അപ്പം അതിൻ്റെ ഒരു തിരക്കാട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ അപ്പോൾ രാത്രി ഇവർ എൻ്റെ മക്കളെല്ലാം കുറച്ച് ടൈം കഴിയും കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പച്ചരി വെള്ളത്തിലിട്ടതുണ്ടായിരുന്നു, എൻ്റെ താത്ത ഇട്ടതുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് ഇങ്ങനെ കേടരുള്ളൂ. അപ്പം ഉമ്മ ഇങ്ങനെ ഓരോ സാധനങ്ങൾ തപ്പി, അപ്പം അതിന്ന് എൻ്റെ വലിയ താത്താൻ്റെ ഒരു ബീറ്റർ കിട്ടി. അപ്പം അതിങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഒരു സന്തോഷം. പിന്നെ അപ്പം നമുക്ക് വേണ്ടത് കുതിർത്ത് വെച്ച പച്ചരി ഇട്ടു. അപ്പം ഇത് ഞാൻ ഒരു ദിവസമൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് അത്രയൊന്നും ആവശ്യമില്ല. ഒരു 3-4 മണിക്കൂർ കുതിർത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ശർക്കര പാനി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇങ്ങനെ ഫൈനായിട്ട് എടുക്കണം കേട്ടോ, കുറച്ച് തിക്കായിട്ട്, നല്ല അത്യാവശ്യം തിക്കായിട്ട്. നെയ്യപ്പത്തിന് നല്ല തിക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത പേജും ഞാൻ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും പിന്നെ കുറച്ച് തേങ്ങയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഫൈനായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ വലിയ മിക്സിയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെറുതെടുത്തത്. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ പേജിൽ കുറച്ചധികം ശർക്കരപ്പാനി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കളറിൽ ഡിഫറെൻറ്റ് വന്നത് കളറിൽ. അപ്പം ഞാൻ ലാസ്റ്റ് ആട്ടോ ഈ ഒരു റവ ചേർത്തത്. പിന്നെ ഞാനത് ഒക്കെ മിക്സ് ചെയ്ത് അരച്ചെടുത്തു. അപ്പം ഞാനത് ഇന്ന് ഉണ്ടാക്കാനുള്ള ടൈമൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ദിവസമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് വെക്കാട്ടോ ചെയ്തത്. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണ്ട, ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ ശരിയാവില്ല നോക്കി. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ ആട്ടോ വെച്ചത്. ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ അധികം ലേറ്റ് ആയതുകൊണ്ട് പുറത്ത് തന്നെ വെക്കുന്നത്. അതിനിപ്പോൾ കുറച്ചധികം രാത്രി കുറേ ടൈമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരം വിളിക്കാത്ത ടൈമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെച്ചേട്ടോ. ഞാൻ നാളെ എടുത്തുണ്ടാക്കുള്ളൂ. അപ്പോൾ മോനൊക്കെ സ്കൂളിൽ വരുന്ന ടൈമിൽ ഉണ്ടാക്കാൻ വെച്ചിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി അതൊക്കെ ഒഴിച്ചിട്ടോ. ഇനി പാത്രങ്ങൾ കഴുകണം. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ പാത്രങ്ങളിലാട്ടോ എനിക്ക് പറ്റാത്തത്. ദേഷ്യം ഇങ്ങനെ വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ അത് ശരിയാക്കി കിടന്നില്ലെങ്കിൽ പിന്നെ രാവിലെ നമുക്കെല്ലാം കൂടി ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. കാരണം ഇപ്പോൾ മക്കൾക്ക് സ്കൂളും കൂടി ഉണ്ടാകുമ്പോൾ, മോനക്ക് സ്കൂളും കൂടി ഉണ്ടാകുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും ഇങ്ങനെ പരന്ന് കിടക്കണത് കാണാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്ര ലേറ്റ് ആയാലും രാത്രി ഇതൊക്കെ ശരിയാക്കിയിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. എവിടെയായാലും അങ്ങനെ തന്നെയാണ്. കാരണം രാവിലെ നമുക്ക് മക്കളേറ്റ് ഇങ്ങനെ അടുക്കളയ്ക്ക് രാവിലെ വരുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഇത് പിന്നെ അടുത്ത ദിവസം രാവിലത്തെ സംഭവങ്ങളായിട്ട് ഇതൊക്കെ. എൻ്റെ മോൾക്ക് ചെറുതായിട്ട് ജലദോഷം പനികളുണ്ട്. അപ്പോൾ ഇങ്ങനെ നെബുലൈസ് ചെയ്യലുണ്ട് കേട്ടോ രാവിലെ രാത്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇത് പിന്നെ എനിക്ക് പണ്ടേ ശീലമുള്ള കാര്യങ്ങളാട്ടോ. മോനുണ്ടായ മുതലേ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഇതൊരു പുത്തരി അല്ലാണ്ടായി മാറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതിൻ്റെ മാവൊക്കെ ഒന്ന് നോക്കിയതായിരുന്നു കേട്ടോ. മാവ് കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതൊക്കെ എന്നിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അരച്ച ടൈമിൽ നല്ല തിക്കായിരുന്നു, പിന്നെ എന്തോ ലൂസായി പോയി. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് സെറ്റാക്കി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ മൈദപ്പൊടിയൊക്കെ യൂസ് ആക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മോളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാട്ടോ ആ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇതിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ നമ്മൾ എണ്ണൻ്റെ ചൂട് നന്നായിട്ട് നമ്മൾ കൺട്രോൾ ആക്കണം, അതിലാണ് ഇതിൻ്റെ പെർഫെക്ഷന് ഇരിക്കുന്നത് നടൻ്റെ നാത്തും പറഞ്ഞത്. അപ്പോൾ അതുപോലെ ആദ്യം 2-3 എണ്ണം ഫ്ലോപ്പായിട്ടോ. പിന്നെ ഇങ്ങനെ 2-3 എണ്ണം കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജീരകം ഇടാൻ മറന്നു പോയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും ഇടാം, ജീരകമോ എള്ളോ എന്താണ് എന്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ.
പിന്നെ അങ്ങോട്ട് സെറ്റായി വന്നിട്ട് 2-3 പൊരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മോന് സ്കൂളിട്ട് വരാൻ ടൈം ആയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. മറ്റേത് അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി നടക്കില്ല, മോളെ നോക്കലും ഇതൊക്കെ കൂടി ആകുമ്പോൾ. പിന്നെ മാവാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പുറത്തായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മറ്റേതിന് മാവ് ചിലപ്പോൾ പൊളിച്ചു പോയാലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പം ഞാൻ താഴെ എൻ്റെ മോളെ വെച്ചാലുള്ള അവസ്ഥ ഇതാട്ടോ. ഒന്നെങ്കിൽ അവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെള്ളം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ മോന് വരാൻ ടൈം ആയതുകൊണ്ട് പുറത്ത് നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എടുത്തോളൂ കേട്ടോ.